ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ദി മല്ലു ബാങ്കർ. അപ്പോൾ ഇന്ന് ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയോ അതുപോലെ എൻ്റെ സ്കോർ കാർഡ്സോ അങ്ങനത്തെ യാതൊരുവിധ കാര്യങ്ങളുമല്ല ഞാൻ കാണിക്കുന്നതും അതുപോലെ തന്നെ പറയുന്നതും. ദിസ് ഈസ് ഫ്രം മൈ ബോട്ടം ഓഫ് ദ ഹാർട്ട്. എനിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്നെപ്പോലെയുള്ള ഓരോ ആസ്പിറൻസും ഈ പ്രസൻറ്റ് സ്റ്റേജിൽ എന്താണ് ഫീൽ ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ഡിസ്കഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. സോ ഇതുപോലെ ഹാർഡായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ എന്താണ് ഈ ഒരു എക്സാംസ് ഒക്കെ കഴിഞ്ഞു, അതായത് SBA PO മെയിൻസ് പ്രിലിംസ് കഴിഞ്ഞു, IBPS PO പ്രിലിംസ് കഴിഞ്ഞു. ഇനി എന്താണ്, ഞാൻ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണോ, എനിക്ക് ഇത്ര അറ്റംപ്റ്റ്സേ ഉള്ളൂ, ഞാൻ ചെയ്യണോ, ഞാൻ ചെയ്തിട്ട് കാര്യമുണ്ടോ, ഞാൻ സെക്ഷനിൽ ക്ലിയർ ആവും എന്ന് തോന്നുന്നില്ല, ഞാൻ ചെയ്യണോ, അങ്ങനെ കുറേ ഡൗട്ട്സ്, അതായത് ഒരു ബിഗിനർ ലെവൽ ആയിട്ടുള്ളവർക്കും കാണും, അതുപോലെ തന്നെ പ്രിലിംസ് ഒക്കെ ജസ്റ്റ് പാസ്സായി തുടങ്ങിയവർക്കും കാണുമല്ലേ. സോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ SBA PO പ്രിലിംസും കഴിഞ്ഞു, IBPS PO പ്രിലിംസും കഴിഞ്ഞു. SBA POയുടെ റിസൾട്ട് ഓൾമോസ്റ്റ് ഈ വീക്കിൽ തന്നെ ഉണ്ടാവും, കാരണം സെപ്റ്റംബർ 13 ആണ് മെയിൻസിൻ്റെ എക്സാം പറഞ്ഞിട്ടുള്ളത്. സോ അപ്പോൾ ഒരു 15 ഡേയ്സിന് മുൻപായിട്ട് എന്താണെങ്കിലും റിസൾട്ട് ഔട്ടായിരിക്കും. അപ്പോൾ മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ SBA ആണെങ്കിലും IBPS ആണെങ്കിലും നമ്മൾ റിസൾട്ടിനെ കുറിച്ച് എന്താണ് ഫോക്കസ്ഡ് ആയിട്ട്, അതല്ല എങ്കിൽ റിസൾട്ടിനെ കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടാതിരിക്കുക. കാരണം ഒരു എക്സാം എഴുതി കഴിഞ്ഞിട്ട് എത്ര അനാലിസിസ് വീഡിയോസ് കണ്ടെങ്കിലും ഏതൊക്കെ എൻ്റെ മാർക്സ് എത്രയാണ്, അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് നമ്മൾ കരുതിയെങ്കിലും നമുക്ക് ആ ഒരു എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, ആ ഒരു പേപ്പർ എങ്ങനെയാണ് ഞാൻ ചെയ്തത് എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ, അല്ലേ. അപ്പോൾ ഒരു എക്സാം അറ്റംപ്റ്റ് ചെയ്തിട്ട് ഇറങ്ങുമ്പോൾ നമ്മളുടെ മനസ്സിന് തന്നെ ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കും, ഈ എക്സാം എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും, അതോ എനിക്ക് ടൈം പോയി, എനിക്ക് കിട്ടുകയില്ലേ, അങ്ങനെയുള്ള ഒരു രണ്ട് ടൈപ്പായിട്ടുള്ള കൺസേൺസ് നമ്മളുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു എക്സാം കഴിഞ്ഞിറങ്ങിയ ടൈമിനെ കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആൻസർ എത്രയൊക്കെ കട്ട് ഓഫ് വീഡിയോസ് കണ്ടെങ്കിലും, എത്രയൊക്കെ അനാലിസിസ് വീഡിയോസ് കണ്ടെങ്കിലും, നമ്മുടെ സ്വന്തമായിട്ട് നമുക്ക് ആ ഒരു എക്സാമിന് എന്താണ് ചെയ്തതെന്നുള്ളത് നമുക്ക് മാത്രമേ അറിയുകയുള്ളൂ, അല്ലേ. അപ്പോൾ ഈ ഒരു എക്സാം കഴിഞ്ഞിട്ട് ഞാൻ ക്വാളിഫൈ ആകുമായിരിക്കും എന്നുള്ള ഒരു 75% അല്ലെങ്കിൽ ഒരു 80% ഷുവറായിട്ട് നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിൽ തോന്നണം. ദെൻ അങ്ങനെയുള്ളപ്പോൾ നമ്മളുടെ ഇൻറ്റ്യൂഷൻസ് കറക്റ്റായി പ്രിലിംസ് നമുക്ക് ക്വാളിഫൈ ആയി എന്ന് നമുക്ക് തന്നെ മനസ്സിലാവും. സോ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഈ ഒരു 2 എക്സാംസ് നമ്മൾ ഈ വർഷം എഴുതിയിട്ടുണ്ട്, അത് എങ്ങനെ ഉണ്ടായിരുന്നു, ആ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട്, അതായത് ആ ഒരു പ്രിലിംസിനെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അറ്റംപ്റ്റ്സ് നമുക്കുണ്ടോ, അതുപോലെ തന്നെ ആ ഒരു ആക്യുറസി എനിക്ക് കാണുമോ എന്ന് സ്വയം ഒന്ന് വിലയിരുത്തി നോക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് അനാലിസിസ് വീഡിയോസും അതുപോലെ തന്നെ കട്ട് ഓഫ് പ്രഡിക്ഷൻസിനൊക്കെ ടൈം കളയുക. എൻ്റെ ഒരു എന്താണ് ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് മനസ്സിലായ കാര്യം, നമ്മൾ വേറെ ടെലിഗ്രാം ഗ്രൂപ്പ്സ് അതുപോലെ തന്നെ YT ചാനൽസൊക്കെ തപ്പി പോവുകയാണെങ്കിൽ, എന്നാണ് SBAയുടെ റിസൾട്ട് എന്ന് പറഞ്ഞ് തപ്പി പോവുകയാണെങ്കിൽ അവർക്ക് കുറച്ച് റീച്ച് ഉണ്ടാക്കി കൊടുക്കാമെന്നല്ലാതെ നമുക്ക് പേഴ്സണലി ഒരു ബെനിഫിറ്റും ഉണ്ടാവുകയില്ല. ഇപ്പോൾ SBA PO കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ എന്താണ് 5th കഴിഞ്ഞതാണ്, ഓൾമോസ്റ്റ് 20 ഡേയ്സ് കഴിഞ്ഞിരിക്കുന്നു. ദെൻ ആ അത്രയും ദിവസവും ഒന്നും പഠിക്കാതെ ഇനി എക്സാം കിട്ടുമോ എന്ന് ചിന്തിച്ച് സമയം കളഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇനിയും നമുക്ക് മുൻപോട്ട് IBPS ക്ലർക്കും SBA ക്ലർക്കും ഒക്കെ വരാൻ കിടക്കുകയാണ്. സോ അതുകൊണ്ട് എന്താണ് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ആ ഒരു റിസൾട്ടിനെ കുറിച്ച് വ്യാകുലപ്പെടാതെ അടുത്ത ഒരു സ്റ്റെപ്പ് എന്താണ് എന്നുള്ളത് എന്ത് ചെയ്യുക, അതിനു വേണ്ടിയിട്ട് കൂടുതൽ പ്രിപ്പയർ ചെയ്യുക. അഥവാ ഇപ്പോൾ 50 അറ്റംപ്റ്റ്സേ ഞാൻ ഇപ്പോൾ IBPSനാണെങ്കിലും 55 അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളൂ, എനിക്ക് കിട്ടുമോ, അതല്ലെങ്കിൽ ഞാൻ ക്വാൺസ് കുറച്ചാണ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ സെക്ഷനിൽ ക്ലിയർ ചെയ്യുമോ, അങ്ങനെയൊക്കെ ഡൗട്ട് അടിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യൂ, നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ഒന്ന് റിവൈസ് ചെയ്യൂ. ദെൻ അഥവാ നിങ്ങൾ ക്വാളിഫൈ ആയാൽ എന്ത് ചെയ്യും, അത്രയും ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഫുൾ എന്തായിപ്പോവും, ഫുൾ ബ്ലാങ്ക് ആയിപ്പോവും, ഏത് പഠിക്കണം എന്നറിയത്തില്ലാതാകും, ഫുൾ ടെൻഷൻസ് ആയിപ്പോവും. അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ സ്വയം ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാനാണെങ്കിൽ ഞാൻ എൻ്റെ ഭാഗം ക്ലിയർ ആണ്, അങ്ങനെയാണെങ്കിൽ ബാക്കി ദൈവത്തിൻ്റെ കയ്യിലല്ലേ എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. സോ ഒരു പ്രിലിംസ് ഞാൻ പറയട്ടെ, നമ്മൾ ഒറ്റ ഒരു പ്രിലിംസ് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വരുന്ന എല്ലാ പ്രിലിംസും ഓൾമോസ്റ്റ് ക്ലിയർ ചെയ്യാൻ പറ്റും. ആ ഒറ്റ ഒരു പ്രിലിംസ് ക്രാക്ക് ആവുന്നതോടുകൂടി ആ ഒരു പ്രിലിംസിനോട് ഉള്ള ആ ഒരു എന്താണ് ആ ഒരു പേടി മാറിക്കിട്ടും.
ഒരു പ്രിലിംസ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും പ്രിലിംസ് എന്ന് പറയുന്നത് വലിയ വിഷയമുള്ള കാര്യമല്ല. മെയിൻസ് ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത് എന്നൊക്കെ. അപ്പോൾ എന്ത് ചെയ്യുക, എത്ര അറ്റംപ്റ്റ് ആണെങ്കിലും നിങ്ങൾ ബേസിക്സ് ഒക്കെ ക്ലിയർ ചെയ്ത് പ്രിലിംസ് അത്യാവശ്യം മാർക്സ് ഒക്കെ മോക്കിന് കിട്ടിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ടൈമിൽ മെയിൻസിന് വേണ്ടിയിട്ടും കൂടെ പ്രിപ്പയർ ചെയ്യണം. ഇനി ബാക്ക് ടു ബാക്ക് എക്സാംസ് വരുമ്പോഴേക്കും ചിലപ്പോൾ നമുക്ക് മെയിൻസിന് വേണ്ടി ഒന്നും തിരിഞ്ഞു നോക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. കാരണം പ്രിലിംസ് കഴിഞ്ഞു പിന്നെ ഒരു മെയിൻസ് പിന്നെ പ്രിലിംസ് അങ്ങനെ അങ്ങനെ ഇത് ഷിഫ്റ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ പോയ സമയത്തിനെക്കുറിച്ച് ഓർത്ത് റിഗ്രറ്റ് ചെയ്ത് ഈ ഒരു വർഷം കൂടെ കളയാമെന്ന് മാത്രമേ അതിന് കാര്യം കാണുകയുള്ളൂ. ഈ വർഷം എൻ്റെ തെറ്റ്, ഞാൻ ഇങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്ക് തെറ്റ് പറ്റിപ്പോയി, അങ്ങനെ നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോഴേക്കും ആ ടൈമേ അങ്ങ് പോയി കിട്ടും. ഓക്കെ, സോ എന്ത് ചെയ്യുക, ടൈം വേസ്റ്റ് ചെയ്യാതെ, അതുപോലെ തന്നെ ടെലിഗ്രാം ചാനൽസും വൈറ്റി ചാനൽസും മാറി മാറി നോക്കി കട്ട് ഓഫ് പ്രഡിക്ഷൻസ് കണ്ടുകൊണ്ടിരിക്കാതെ നിങ്ങൾ ചെയ്യാനുള്ള ഡ്യൂട്ടി നിങ്ങൾ ചെയ്യുക. മെയിൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ക്ലാസ്സസ് കാണുക. അതുപോലെ തന്നെ പ്രിലിംസ് ആണ് നിങ്ങൾക്ക് ബേസ് സെറ്റ് ആവാനുള്ള ഏരിയ എങ്കിൽ എന്ത് ചെയ്യുക, പ്രിലിംസിന് വേണ്ടി കൂടുതൽ ഫോക്കസ് ചെയ്യുക. ആ ഒരു എക്സാം എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവും പ്രിലിംസിന് വേണ്ടിയിട്ടാണോ ഇനി കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് അതോ മെയിൻസിലോട്ട് ഞാൻ എത്തിപ്പെട്ടോ എന്നുള്ളത്. സോ എന്ത് ചെയ്യുക, നിങ്ങൾ സ്വയം നിങ്ങളെ വിലയിരുത്തുക. നമ്മൾ തന്നെ ഇരുന്നൊന്ന് ചിന്തിച്ച് നോക്കുക, ഞാൻ പ്രിലിംസ് ക്വാളിഫൈ ആകാൻ പാകത്തിനായോ അതോ ഇനി പ്രിലിംസ് ഞാൻ ഒന്നുകൂടി പഠിക്കണോ. നമ്മൾ സ്വയം അനലൈസ് ചെയ്ത് മിസ്റ്റേക്സ് മനസ്സിലാക്കുക. നമ്മളുടെ മിസ്റ്റേക്സ് നമ്മൾ മനസ്സിലാക്കിയില്ല എങ്കിൽ പിന്നെയും ഈ ഒരു ലൂപ്പിൽ കിടന്ന് വട്ടം ചുറ്റാൻ മാത്രമേ പറ്റുകയുള്ളൂ. ഓരോ വർഷവും പൊയ്ക്കൊണ്ടിരിക്കും. സോ അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ശ്രമിച്ചാൽ കിട്ടാതിരിക്കില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. ഓക്കെ, ഞാൻ ആക്ച്വലി പറയുകയാണെങ്കിൽ ഒരു 1 വീക്കായിട്ട് എൻ്റെ സ്റ്റഡീസ് അത്ര കാര്യമായിട്ട് നടക്കുന്നില്ല. എനിക്ക് പലതരം പേഴ്സണൽ ഇഷ്യൂസ് കൊണ്ട് പലതരം പ്രശ്നങ്ങളൊക്കെ ആയിട്ട് സമയം കിട്ടുന്നില്ല. ആഗ്രഹമുണ്ടെങ്കിലും സമയം കിട്ടുന്നില്ലാത്തൊരവസ്ഥയായിരുന്നു. എന്നാലും കിട്ടുന്ന സമയത്തിനുള്ളിൽ പഠിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാവിലെ എണീക്കാൻ ശ്രമിക്കുക. രാവിലെ ഒരു മോർണിംഗ് പേഴ്സണായിട്ട് നിങ്ങൾ മാറുവാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു പോസിറ്റീവ് എനർജി ലൈഫിലും നമുക്ക് പ്രകടമാവുന്നതായിരിക്കും. മാനിഫെസ്റ്റ് ചെയ്യുക. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്. ഞാൻ ഈ വർഷമാണ് ആക്ച്വലി പറയുകയാണെങ്കിൽ ഈ ഒരു കഴിഞ്ഞ വർഷം അവസാനം മുതലാണ് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. ആൻഡ് എനിക്കത് നല്ല രീതിയിലുള്ള റിസൾട്ട്സ് കൊണ്ട് തരുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ നിങ്ങൾ മാനിഫെസ്റ്റേഷൻസ് പ്രാക്ടീസ് ചെയ്യുക. അത് പ്രത്യക്ഷത്തിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും തന്നില്ല എങ്കിലും ആ ഒരു ഇന്നർ പീസ് തരാനും അതുപോലെ തന്നെ ആ ഒരു കാംനെസ് ഒക്കെ തരാനും നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യും. രാവിലെ എണീച്ച് എന്ത് ചെയ്യുക, ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ചിലരൊക്കെയും പ്രൈവറ്റ് ജോബ് കൊണ്ട് ജോലി ചെയ്യുന്നവർ കാണും, അല്ലാതെ എന്നെപ്പോലുള്ള ഹൗസ് വൈഫ് കാണും. അങ്ങനെ ഹൗസ് വൈഫ്സ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഫുൾ ടൈം ഓൺ ഡ്യൂട്ടിയാണ്. ആ ഒരു സമയത്തിനുള്ളിൽ പഠിക്കുക എന്ന് പറയുന്നതൊക്കെ വലിയൊരു ടാസ്ക്കാണ്. നമ്മളുടെ കിട്ടുന്ന ഫ്രീ ടൈമിനെ വേണം നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഫ്രൂട്ട്ഫുൾ സെഷൻസ് ആയിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ ഉള്ളവരുടെ കാര്യമാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അതല്ലാണ്ട് ഫുൾ ടൈം സ്റ്റുഡൻസ് ആണെങ്കിൽ ചിലരൊക്കെ പറയുന്നുണ്ട് എനിക്ക് പഠിക്കാൻ മനസ്സ് വരുന്നില്ല എന്ന്. അതെന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരു പോയിന്റ് ഓഫ് ടൈം, അതായത് ഇപ്പോൾ പാരൻസിൻ്റെ ഒക്കെ ആ ഒരു ചിറകിനുള്ളിൽ സുരക്ഷിതമായിട്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്സ് വരാത്തത്. അതല്ലാണ്ട് ഇതെൻ്റെ ഒരു ആവശ്യമാണ് എന്ന് ഒരു തോന്നൽ വരുന്ന എപ്പോഴാണോ അപ്പോഴേ നിങ്ങൾക്ക് ഇതൊരു സ്വയം ഒരു ആവശ്യമാണ് എന്ന് മനസ്സിലാവുകയുള്ളൂ. സോ എന്ത് ചെയ്യുക, കിട്ടുന്ന ടൈമിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. രാവിലെ എണീക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ രാത്രി ഇരുന്ന് പഠിച്ചാൽ മാത്രമേ എനിക്ക് പഠിക്കാൻ പറ്റുകയുള്ളൂ, രാവിലെ എനിക്ക് എണീക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പലരും കാണും. സോ ഞാനും നിങ്ങളെപ്പോലെ ഒരാളായിരുന്നു. ഞാനൊരു നൈറ്റ് ഔൾ ആയിരുന്നു. ദെൻ അത് കഴിഞ്ഞ് ഇപ്പോൾ ഉള്ള എൻ്റെ സാഹചര്യത്തിൽ എനിക്ക് രാത്രി ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ രാവിലെ ചിലപ്പോൾ നേരത്തെ എണീക്കാൻ പറ്റിയെന്ന് വരില്ല. സോ എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു രീതിയിലോട്ട് നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലോട്ട് വരാതാവുമ്പോൾ എന്ത് ചെയ്യുക, കുറച്ചൊക്കെ സാക്രിഫൈസ് ചെയ്യുക. സോ അത് കഴിഞ്ഞിട്ട് ആ ഒരു ആവശ്യബോധത്തോടു കൂടി കിടക്കുകയാണെങ്കിൽ രാവിലെ എത്രയും പെട്ടെന്ന്, അതുപോലെ തന്നെ അലാം അടിക്കുന്നതിന് മുൻപ് തന്നെ എണീക്കാനുള്ള ആ ഒരു മൈൻഡ് അത്രയും തീവ്രമായിട്ട് ആഗ്രഹിച്ച് നിങ്ങൾ കിടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും രാവിലെ എണീച്ച്, അതായത് കുറച്ച് സമയം, അതായത് ഒരു 4 മണിക്കൊക്കെ എണീച്ച് ഒരു 6 മണി വരെയുള്ള ടൈം എന്ന് പറയുന്നത് നമ്മളുടെ എൻവയോൺമെൻറ്റ് ഫുൾ ഉറങ്ങുന്ന സമയം, നമ്മളുടെ കൂടെയുള്ള ആൾക്കാർ ഫുൾ ഉറങ്ങുന്ന സമയം, അങ്ങനെ മൊത്തത്തിലൊരു കാംനെസ് ആയിട്ടുള്ളൊരു ടൈം ആയിരിക്കും. ആ ടൈമിൽ
എണീച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പഠിക്കുകയും അതുപോലെ തന്നെ ഭാവിയിലോട്ട് വേണ്ട ഓരോ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക ആണെങ്കിൽ പോലും അതുവരെ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും തരുന്നത്. സോ എന്ത് ചെയ്യുക, രാവിലെ എണീച്ച് ഉള്ള ടൈമിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത്, ഇപ്പോൾ 10 to 12 hours ഒന്നും പഠിക്കണമെന്ന് ഞാൻ ആരോടും പറയുന്നില്ല. നമുക്കൊരു 4 to 6 hours കിട്ടുന്നുള്ളൂ എങ്കിലും ആ ഒരു 10 to 12 hours പ്രൊഡക്ടിവിറ്റി അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഒരു 10 മണിക്കൂർ പഠിച്ചാൽ മാത്രമേ എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റൂ എന്നുള്ള എന്തൊരു മിഥ്യാധാരണ പലർക്കുമുണ്ട്. അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോൾ 10 മണിക്കൂർ ഇരുന്നിട്ട് അതിൽ 5 മണിക്കൂർ മാത്രമേ ശരിക്കും പഠിക്കുന്നുള്ളൂ എങ്കിൽ ആ ഒരു 5 മണിക്കൂർ മാത്രമേ നമുക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ളൂ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇരിക്കുന്ന സമയത്തിനെ നല്ല പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു 10 മണിക്കൂറൊന്നും സ്ക്രീനിൻ്റെ മുന്നിലോ അതുപോലെ പഠിക്കുന്നതിന് മുൻപിലോ ഇരിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നല്ല ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിനുള്ള സക്സസ് കിട്ടും. സോ എന്താണ്, പ്രാക്ടീസ് ചെയ്തിട്ടും എനിക്ക് സ്പീഡ് ആവുന്നില്ല, അതുപോലെ തന്നെ ഞാൻ പ്രിലിംസിന് ബേസ് എല്ലാം സെറ്റാക്കി പക്ഷേ എനിക്ക് സ്പീഡ് കിട്ടുന്നില്ല, അങ്ങനെ പലതരം പരാതികളുള്ളവരുണ്ടാകും അല്ലേ. സോ എന്ത് ചെയ്യുക, ഇതൊന്നും ഒറ്റ ഒരു ഓവർനൈറ്റ് കൊണ്ട് റെഡി ആവുന്ന കാര്യങ്ങളല്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അത് അറ്റ് ദ എൻഡ് അത് ശരിയാവുക തന്നെ ചെയ്യും. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യുക, ഹോപ്പ് വിട്ട് കളയരുത്. അതുപോലെ തന്നെ പ്രാക്ടീസ് പകുതിക്ക് വെച്ച് നിർത്തി കളയരുത്. നമ്മളെ തളർത്താൻ പല ആൾക്കാരും കാണും, അതുപോലെ തന്നെ പല സാഹചര്യങ്ങളും കാണും. പക്ഷേ നമ്മൾ സ്വയം എന്ത് ചെയ്യുക, സ്വയം മനസ്സിലോട്ട് ചിന്തിച്ച് നോക്കുക, ഈ കാര്യം എനിക്ക് വേണ്ടതാണോ, ഇതിനെ ഞാൻ അത്രയും ആഗ്രഹിക്കുന്നുണ്ടോ, ഞാൻ അത്രയും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എനിക്ക് വേണ്ടി ഞാൻ ചെയ്യണം എന്നുള്ള ഒരു എന്താണ്, ഒരു സെൽഫ് മോട്ടിവേഷൻ നമ്മളുടെ കയ്യിലുണ്ടായിരിക്കണം. വേറെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം മനസ്സ് കൈവിടാതെ എനിക്ക് പറ്റുമെന്നുള്ള ആ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സക്സസ്സിലെത്തുക തന്നെ ചെയ്യും. മേ ബി അത് കുറച്ച് ലേറ്റ് ആണെങ്കിൽ പോലും വി വിൽ ഡെഫിനറ്റ്ലി അച്ചീവ്. അത് തന്നെയാണ്, ആ ഒരു കാര്യം തന്നെയാണ് ഞാൻ എന്നോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾക്ക് ഓരോ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സാണ് വെക്കുന്നതെങ്കിൽ പോലും ആ ഒരു കുഞ്ഞു സ്റ്റെപ്പിനും നമ്മളുടെ സക്സസ്സിലോട്ട് എത്താൻ ഒരു വലിയ പങ്കുണ്ടായിരിക്കും. സോ എന്ത് ചെയ്യുക, എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുക. ഇനി SBI ക്ലർക്കും IBPS ക്ലർക്കും ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ IBPS PO മെയിൻസും SBI PO മെയിൻസും വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഉള്ള ടൈം പ്രിലിംസ് ഒക്കെ സെറ്റായിട്ടുള്ളവർ മെയിൻസിന് വേണ്ടി കൂടുതൽ ഫോക്കസ് ചെയ്യുക, കൂടുതൽ കറണ്ട് അഫെയർസ് റിവൈസ് ചെയ്യുക. കറണ്ട് അഫെയർസ് ചുമ്മാ വായിച്ച് പഠിച്ചിട്ട് കാര്യമില്ല, അതിനെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ക്വിസസിൻ്റെ ഫോമിൽ റിവൈസ് ചെയ്യുക. ദെൻ എന്താണ്, അറിയത്തില്ലാത്ത ഏരിയാസ് വീഡിയോ സെഷൻസ് ആയിട്ട് അതുപോലെ തന്നെ വീഡിയോ ക്ലാസ്സസ് കണ്ടുകൊണ്ട് എന്ത് ചെയ്യുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഹിന്ദി അറിയില്ല എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഒളിച്ചോട്ടമാണ്. ഓക്കെ, എനിക്കൊരു കാര്യം അറിയില്ല എന്ന് പറഞ്ഞ് മൈൻഡിനെ റെഡിയാക്കി വിട്ട് കഴിഞ്ഞാൽ ഓക്കെ, നിനക്കറിയത്തില്ലാത്തത് കൊണ്ട് ചെയ്യാത്തതല്ലേ എന്ന് പറഞ്ഞ് നമുക്ക് മൈൻഡിനെ എന്ത് ചെയ്യാം, കബളിപ്പിക്കാൻ പറ്റും. പക്ഷേ അത് സ്വന്തം മനസാക്ഷിനോട് ചോദിച്ചു നോക്കണം, എനിക്കിത് ശരിക്കും അറിയത്തില്ലാഞ്ഞിട്ടാണോ ഞാൻ ചെയ്യാത്തത് എന്നുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു റിപ്പീറ്റർ ആയിട്ടുള്ള എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ ഇതൊക്കെ എന്ത് ചെയ്യുക, മനസ്സിൽ വെച്ചുകൊണ്ട് മുൻപോട്ട് പഠിക്കുക. ഒരു ജോബ് എന്നുള്ള സ്വപ്നം നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം, സാക്ഷാത്കരിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.